ഹലോ ഗൈസ്, അപ്പോൾ സാംസങ് അവരുടെ മിഡ് റേഞ്ച് ഫോൺ ഗാലക്സി M56 2 ദിവസം മുമ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. അപ്പോൾ സാംസങ് ഈ ഇടയ്ക്ക് ഇറക്കിയല്ലോ, കുറച്ച് കാലമായിട്ട് ഇറക്കിയതിൽ അത്യാവശ്യം നല്ലൊരു മിഡ് റേഞ്ച് ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഫോണിനെ പറ്റിയുള്ള എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈൻ അതൊരു മെയിൻ ഹൈലൈറ്റ് സംഭവമാണ്. കാരണം സാംസങ്ങിൻ്റെ മിഡ് റേഞ്ച് ഫോൺസിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ നോച്ച് ആയിരിക്കും, പഞ്ചോളല്ലായിരിക്കും, പിന്നെ വെയിറ്റും തിക്നെസ്സും കൂടുതലായിരിക്കും, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഈ ഫോണിൽ അവർ അതൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. 180 ഗ്രാമേ ഉള്ളൂ വെയിറ്റ്, പിന്നെ 7.23 mm ആണ് തിക്നെസ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ടിൻ്റെ ലുക്ക് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. നോച്ചൊന്നുമില്ല, ബസൽസ് അത്യാവശ്യം നല്ല രീതിക്ക് അവർ കുറച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് ഡിസൈൻ ഒരു മോഡേൺ ലുക്ക് തന്നിട്ടുണ്ട്. സാധാരണ സാംസങ്ങിന് എപ്പോഴും എല്ലാ ഫോണുകൾക്കും ഒരേ ടൈപ്പ് ഡിസൈനൊക്കെ അല്ലേ, പക്ഷേ ഇത് അത്യാവശ്യം ഒരു മോഡേൺ ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസൈനിൽ അവർ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയും. ഇനി ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് എക്സിനോസിൻ്റെ 1480 ആണ്. അപ്പോൾ ഈ ഫോണിൻ്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ 25,000 ആണ്. ഓഫറൊക്കെ ചേർത്ത് അണ്ടർ 25,000 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ല പ്രൊസസ്സറാണ്. കാരണം ഇവരുടെ കഴിഞ്ഞ വർഷത്തെ A55 യൂസ് ചെയ്ത പ്രൊസസ്സറാണ്. എങ്കിലും നിങ്ങളിത് ഹെവി ഗെയിമിങ്ങിന് വേണ്ടി ഒന്നും കൺസിഡർ ചെയ്തില്ല. കാരണം എക്സിനോസ് അങ്ങനെ ഭയങ്കരമായിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കത്തില്ല ഗെയിമിങ്ങിൽ. എസ്പെഷ്യലി സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റിലൊക്കെ ആയിരിക്കും ബെറ്ററായിട്ട് കിട്ടുന്നത്. സാധാ കാഷ്വൽ ഗെയിമിങ്ങിനും സാധാ യൂസിനൊക്കെ അത്യാവശ്യം നല്ല പ്രൊസസ്സറാണ്. പിന്നെ വേറൊരു നല്ല കാര്യം എന്ന് വെച്ചാൽ അവർ സ്റ്റോറേജും റാം ടൈപ്പൊക്കെ നല്ല ഹൈ ലെവലാണ് കൊടുത്തിരിക്കുന്നത്. LPDDR5X റാമും പിന്നെ UFS 3.1 സ്റ്റോറേജും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആപ്പ് ഓപ്പണിങ് സ്പീഡും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ വരും. ഓക്കെ, അപ്പോഴേ പെർഫോമൻസ് പാർട്ട് അത്യാവശ്യം സോർട്ടഡ് ആണ്. എങ്കിലും നിങ്ങൾക്ക് ഹെവി ഗെയിമിംഗ് ആണ് പ്രയോറിറ്റി എങ്കിൽ ഈ റേഞ്ചിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 8s Gen 3 ഉള്ള പോക്കോ F6ഉം iQOO Neo 10RM അങ്ങനത്തെ ഫോൺസ് കിട്ടും. അതായിരിക്കും ബെറ്റർ. ഓക്കെ, എക്സിനോസ് 1480 ചിപ്സെറ്റ് എവിടെ സ്റ്റാൻഡ് ചെയ്യുമെന്നൊന്നും ചോദിച്ചാൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 7s Gen 2, 7s Gen 3 ആ ഒരു റേഞ്ചിലുള്ള സ്കോർസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഭയങ്കര ഹെവി ഗെയിമിങ്ങിന് ഇത് കൺസിഡർ ചെയ്യരുത്. സാധാ യൂസും പിന്നെ റാം സ്റ്റോറേജ് ടൈപ്പ് നല്ലതായതുകൊണ്ട് വേറെ അങ്ങനെ വലിയ ഇഷ്യൂസ് നിങ്ങൾക്ക് നോർമൽ യൂസിന് വരാൻ ചാൻസ് ഇല്ല. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ പാർട്ട് നമുക്ക് വരുന്നത് 6.7 ഇഞ്ചിൻ്റെ 120 ഹെർട്സിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ്. ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ പഴയ മിഡ് റേഞ്ച് ഫോൺ വെച്ച് നോക്കുമ്പോൾ സാംസങ് ഇത്തവണ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് സാംസങ്ങിൻ്റെ ആണ് നമുക്ക് നല്ലത് തന്നെ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഒരു പ്രധാന പ്രശ്നം ഇതിലുള്ളത് ഒറ്റ സ്പീക്കറേ ഉള്ളൂ, സിംഗിൾ സ്പീക്കറേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കോംപ്രമൈസ് ഉണ്ട്, അത് അവർ ഇത്തവണ സോർട്ടഡ് ആക്കിയിട്ടില്ല. പിന്നെ ഹാപ്റ്റിക് ഫീഡ്ബാക്കും സാധാ ഹാപ്റ്റിക്സ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം കിട്ടുന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല, വൈബ്രേഷൻ. നല്ല മോട്ടറൊക്കെ ഉള്ള ഫോണാണ് നിങ്ങൾ ഇതിനു മുമ്പ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഹാപ്റ്റിക്സ് നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യും. ആ ഒരു കാര്യമുണ്ട്. പിന്നെ ക്യാമറ വരുന്നത് നമുക്ക് 50+8+2 MB ആ ഒരു സെറ്റപ്പാണ്. അപ്പോൾ മെയിൻ ക്യാമറ അത്യാവശ്യം നല്ലതായിരിക്കും. അൾട്രാ വൈഡ് 8 MB ആയതുകൊണ്ട് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കണം. പിന്നെ ഈ റേഞ്ചിൽ ഇപ്പം നമുക്ക് സൂം ലെൻസൊക്കെ ഉള്ള ഫോൺസൊക്കെ ഉണ്ട്, മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് സൂം ലെൻസ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ വേറെ ഫോൺസ് നോക്കേണ്ടി വരും. സാധാരണ സാംസങ്ങിൻ്റെ ക്യാമറ പ്രോസസ്സിംഗ് ഒക്കെ യൂഷ്വലി നല്ലതായിരിക്കും എല്ലാ പ്രൈസിലും. ഇവിടെ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. ഞാൻ 1-2 വീഡിയോസൊക്കെ ഇതിൻ്റെ കണ്ടു നോക്കി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പ്രോസസ്സിംഗ് ഒക്കെ തന്നെയാണ്. പിന്നെ സെൽഫി ക്യാമറ 12 MB ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 4K 30 വീഡിയോ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ക്യാമറ സെറ്റപ്പ് ഒരു അത്യാവശ്യം നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് സൂം ലെൻസൊക്കെ വേണമെങ്കിൽ വേറെ ഫോൺസ് ഈ റേഞ്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ ബാറ്ററി വരുന്ന 5000 mAh ബാറ്ററിയാണ്. പിന്നെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടേ ഉള്ളൂ, ചാർജർ ബോക്സ് ഇല്ല. ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. 5000 ഗുഡ് ഇനഫ് ആണ്. ഇപ്പം ഈ റേഞ്ചിൽ നമുക്ക് സിലിക്കൺ കാർബൺ ബാറ്ററി ഒക്കെ വന്നുകൊണ്ടേ കുറച്ചുകൂടെ ഹൈ കപ്പാസിറ്റി ബാറ്ററിയുള്ള ഫോൺസ് കിട്ടും. പക്ഷേ 5000 ഇപ്പം ഈ ഫോണിൻ്റെ വെയിറ്റ് 180 ഗ്രാമൊക്കെയാണ്. ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ല. അടുത്ത ജനറേഷനിലൊക്കെ മേ ബി സാംസങ് സിലിക്കൺ കാർബൺ ബാറ്ററി അവരുടെ ഫ്ലാഗ്ഷിപ്പിലും എല്ലാത്തിലൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ പറ്റി പറയുകയാണെങ്കിൽ 1UI 7 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട്. അത് നല്ല കാര്യമുണ്ട്. കാരണം ഇപ്പോൾ S24 സീരീസിന് നമുക്ക് ഇതുവരെ 1UI 7 ഒന്നും വന്നിട്ടില്ല. 1UI 7 ബേസ്ഡ് ഓൺ Android 15 ആണ് വരുന്നത്. പിന്നെ 6 വർഷത്തെ OS അപ്ഡേറ്റ്, 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്. ഇത് കണ്ട് പക്ഷേ നിങ്ങൾ ഫോൺ വാങ്ങരുത്. എന്ന് വെച്ചാൽ 6 വർഷം അപ്ഡേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങരുത്. കാരണം എന്ന് വെച്ചാൽ എക്സിനോസ് 1480 ആയാലും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര അങ്ങനെ ഹൈ എൻഡ് ചിപ്സെറ്റ് ഒന്നുമില്ല. അപ്പോൾ 6 വർഷത്തെ OS അപ്ഡേറ്റ് അത് ഹാൻഡിൽ ചെയ്യുമെന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല. എങ്കിലും അതൊരു നല്ല കാര്യമാണ്, മോശം കാര്യം ഞാൻ പറയത്തില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 6 വർഷത്തെ അപ്ഡേറ്റ് വേണമെന്നുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിക്കുക. ഇത് കണ്ട് ഫോൺ വാങ്ങരുത്. ബാക്കി ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫോണിൻ്റെ എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 27,999 ആണ് കേട്ടോ, 8/128-ന്. പിന്നെ ഓഫറൊക്കെ ചേർത്ത് ഒരു 3000 HDFC കാർഡ് ഡിസ്കൗണ്ട് ഉണ്ട്.
അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസിങ്ങാണ് 25,000. ആ ഒരു പ്രൈസിന് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ്. എസ്പെഷ്യലി ചിലർക്കുണ്ടല്ലോ ഇപ്പോൾ സാംസങ് തന്നെ വേണം എന്ന് പറയും. എൻ്റെ അടുത്ത് സജഷൻ ചോദിക്കുന്നവരും പറയും സാംസങ് ഫോൺ തന്നെ വേണം എന്ന് പറയുന്നവരുണ്ട്. അവർക്ക് ഇതൊരു നല്ല ഓപ്ഷനായിരിക്കും കേട്ടോ. ബാക്കി നിങ്ങളെ സാധാ യൂസൊക്കെയാണ്, മൾട്ടിമീഡിയയ്ക്ക് നിങ്ങൾക്ക് ഒരു ലൈറ്റ് വെയ്റ്റ് ഫോൺ വേണം, സാംസങ് ആണ് പ്രിഫറൻസ്, അങ്ങനെയൊക്കെ എങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഹയർ വേരിയൻ്റ് ഉണ്ട്, അതൊരു 3000 കൂടെ എക്സ്ട്രാ ആവും. അത് എനിക്ക് അത്ര വാല്യൂ ഫോർ മണിയായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ ഫോണിൻ്റെ സെയിൽ വരുന്നത് ഏപ്രിൽ 23 ആമസോണിൽ, സാംസങ് വെബ്സൈറ്റിൽ. ഓക്കെ, അപ്പോൾ ഈ ഫോണിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻസിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോ കാണാം. ബൈ.